ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ. അപ്പം നമ്മുടെ ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല കേട്ടോ, രഞ്ജുവും ധ്യാനും തമ്മിലുള്ള കണ്ടുമുട്ടലും അതുപോലെ നമ്മുടെ വിജയലക്ഷ്മിയെക്കുറിച്ച് കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നല്ലോ രഞ്ജുവിന്. ആ ഒരു തെറ്റിദ്ധാരണയൊക്കെ മാറാനിടയാകുന്ന കുറച്ച് സാഹചര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ വേറൊരു ഹൈലൈറ്റും കൂടിയുണ്ട്. നമ്മുടെ രാധികാമ്മ പ്രിയനെ വിളിച്ചായിരുന്നല്ലോ. അങ്ങനെ പ്രിയനെ വിളിച്ചു വരുത്തി അതിനോടൊപ്പം ഗോവിന്ദനെയും കൂടെ വിളിച്ചു വരുത്തി കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കുകയാണ്. അപ്പം രഞ്ജു ആരാണ് എന്ന് നമ്മുടെ ഗോവിന്ദൻ്റെ വായിൽ നിന്ന് കേൾക്കണം, അല്ലെങ്കിൽ ഗോവിന്ദനെ കൊണ്ട് പറയിപ്പിക്കണം. അത് പ്രിയയും കൂടെ ഇടപെട്ടാകുമ്പം കുറച്ച് എളുപ്പമാണല്ലോ. അപ്പം അതുകൊണ്ട് പ്രിയയും എത്തുന്നുണ്ട് അറക്കൽ തറവാട്ടിൽ. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് ഹൈലൈറ്റ് ആയിട്ട് ഉള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് ഏതായാലും വിശേഷത്തിലേക്ക് കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രഞ്ജുവിനെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി ഗോവിന്ദൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഗോവിന്ദൻ ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്യുന്നത് വെയിറ്റ് ചെയ്തിരിക്കുന്നു. രഞ്ജുവും ഉണ്ട്. അപ്പോഴത്തേക്കും ഡിസ്ചാർജ് ചെയ്യാൻ കുറച്ച് താമസമുണ്ട്. ഡിസ്ചാർജ് സമ്മറി കിട്ടിയില്ല എന്ന് പറയാം. അപ്പോഴാണ് പെട്ടെന്ന് രാധികാമ്മയുടെ ഫോൺ വരുന്നത്. അങ്ങനെ ഗോവിന്ദൻ എടുത്തിട്ട് എന്താ അമ്മ എന്ന് ചോദിക്കുക. അപ്പം നമ്മുടെ രാധികാമ്മ പറഞ്ഞു, അതെ നീ പെട്ടെന്ന് ഇവിടെ വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചപ്പം അത് അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് നീ ഇവിടെ എത്തണമെന്ന് പറയുമ്പം അതമ്മ ഞാൻ രഞ്ജുവിനെയും കൊണ്ട് വന്നാൽ പോരെ, അവളെ ഇപ്പം തന്നെ ഡിസ്ചാർജ് ചെയ്യും എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം രഞ്ജുവിനെയും കൊണ്ട് നീ വരണ്ട, തൽക്കാലം നീ തന്നെ വന്നാൽ മതി, രഞ്ജു വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിനു വേണ്ടിയാണെന്ന് പറയുന്നു. ഏതായാലും നമ്മുടെ ഗോവിന്ദനങ്ങ് മനസ്സിലാവുന്നില്ല. ഏതായാലും ഇതേ സമയത്ത് നമ്മുടെ ഗീതു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതുവിനോട് പറഞ്ഞു എനിക്ക് ഓഫീസ് വരേക്കും ഒന്ന് പോകാനുണ്ടെന്ന് പറഞ്ഞു. അതിനിടയിലായിട്ട് നമ്മുടെ രഞ്ജു ആണെങ്കിൽ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് ബാത്റൂമിലും അങ്ങ് പോയി. അപ്പം ഗീതുവിനോട് പറഞ്ഞു എനിക്ക് ഓഫീസ് വരെ പോകണം, ഒരു കാര്യം ചെയ്യുമോ, നീ നേരെ അറക്കൽ തറവാട്ടിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു ഗോവിന്ദൻ രഞ്ജുവിനെ. അപ്പം പറഞ്ഞു ഞാൻ കൊണ്ടുപോകാനോ, അതെങ്ങനെയാണ് ഗോവിന്ദേട്ട ശരിയാവുന്നത്, അതിനിപ്പോൾ എന്താ നീ കൊണ്ടുപോയാലും പ്രശ്നം ഇരിക്കുന്നത്, ദേ എൻ്റെ അവസ്ഥ ഒന്ന് നീ മനസ്സിലാക്കുക, എനിക്കിപ്പം AGM വരെ ഒന്ന് പോയേ പറ്റൂ, അതുകൊണ്ട് ഡിസ്ചാർജ് സമ്മറിയൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് താമസം പിടിക്കുന്ന പറഞ്ഞത്, നീ ഒന്ന് എൻ്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ, പക്ഷേ ഞാനൊരു വരം ചോദിക്കും, ആ വരം എനിക്ക് തരുമോ? വരവോ? വരം ചോദിക്കാൻ എന്താടി നീ പറയുന്നത്, നിനക്കിപ്പോഴും ഈ കുട്ടികളെ ഒന്നും മാറിയിട്ടില്ലെന്ന് ചോദിച്ചപ്പം എനിക്കൊരു വരം ചോദിക്കണം. അങ്ങനെയാണല്ലോ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉപകാരമായിട്ട് ചെയ്തു കൊടുക്കുമ്പോൾ പ്രത്യുപകാരമായിട്ട് തിരിച്ചെന്തെങ്കിലുമൊക്കെ തരണം. അങ്ങനെയൊക്കെയാണ് പുരാണങ്ങളിൽ, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഞാനതിൽ ഇപ്പോൾ വരം ചോദിക്കുന്നില്ല, ഈ ഒരു സഹായം ഞാൻ ഗോവിന്ദ് സാറിന് ചെയ്യുമ്പോൾ ഗോവിന്ദ് സാറ് പിന്നെ എനിക്കൊരു വരം തരണം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എന്ത് വരവാണെങ്കിലും ഞാൻ നിനക്ക് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും ഗോവിന്ദൻ അങ്ങ് പോയി. നമ്മുടെ ഗീതു ആണെങ്കിൽ ഗോവിന്ദൻ പോയത് ഏതായാലും നല്ല കാര്യം നോർക്കുകയുള്ളൂ, കാരണം നേരെ കൊണ്ടുപോകാമല്ലോ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് നമ്മുടെ രഞ്ജുവിനെ. അങ്ങനെ രഞ്ജുവായിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പം രഞ്ജുവായിട്ട് അവിടെ നിന്ന് പോകുന്നു. രഞ്ജു വണ്ടിയിലിരുന്ന് ഉറങ്ങിപ്പോയിട്ടോ. അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മിയുടെ വീടിൻ്റെ മുറ്റത്തെത്തി വണ്ടി നിർത്തി രഞ്ജുവിനെ വിളിച്ചു. രഞ്ജു കണ്ണു തുറന്നതും അറക്കൽ തറവാടല്ല, അത് നമ്മുടെ വിജയലക്ഷ്മിയുടെ വീടാണ്, ചെമ്പകശ്ശേരി. അത് കണ്ടതും രഞ്ജു ഒന്ന് ഞെട്ടിയിട്ട് ഗീതു നീ എന്തിനാ ഇവിടെ എന്നെ കൊണ്ടുവന്നത്, അപ്പം നീ എല്ലാം വെറുതെ ആയിരുന്നല്ലേ, നീ നുണ പറഞ്ഞതായിരുന്നല്ലേ, എന്തിനാ നീ എന്നെ ചതിച്ചത്, ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത, ഞാൻ വരാൻ ആഗ്രഹിക്കാത്ത സ്ഥലത്ത് നീ എന്തിനാണ് കൊണ്ടുവന്നത്, എനിക്കറിയായിരുന്നു നീയും വിജയലക്ഷ്മിയുടെ കൂടെ ചേർന്ന് എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ അങ്ങനെയല്ല, രഞ്ജു എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക, രഞ്ജു കയറി വാ, ഞാൻ കയറില്ല, ഈ വീടിൻ്റെ പടി ഞാൻ കയറില്ല, ഞാൻ പോവുക എന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങിയപ്പം ഞാനൊരു കാര്യം പറയട്ടെ രഞ്ജു കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഇവിടെ വന്ന് രഞ്ജുവിനെ കാത്തിരിപ്പുണ്ട്, രഞ്ജു അത് ആരാണെന്നൊന്ന് നോക്ക് എന്ന് പറഞ്ഞു. രഞ്ജു തിരിഞ്ഞു നോക്കിയതും ധ്യാൻ ഇറങ്ങി വരികയാണ്. ധ്യാനിനെ കണ്ടതും സകല നിയന്ത്രണവും വിട്ട് നമ്മുടെ രഞ്ജു പൊട്ടിക്കരഞ്ഞ് കണ്ണുനീരൊക്കെ ഒഴുകി. ഏതായാലും ധ്യാന രണ്ട് കൈയും കൂടി ഇങ്ങനെ നീട്ടിയിട്ട് ബാന്ന് പറഞ്ഞു. ഓടിച്ചെന്നില്ലേ നമ്മുടെ രഞ്ജു, ഓടിച്ചെന്ന് ധ്യാനിനെ കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കരയുന്ന സീനുകൾ ഇത് കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ ഗീതുവിന് വലിയ സന്തോഷമായി. അതിനോടൊപ്പം തന്നെ വിജയലക്ഷ്മിക്കും. അങ്ങനെ ഗീതു അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഏതായാലും ഇപ്പം രഞ്ജുവിന് സന്തോഷമായില്ലേ, അല്ല രഞ്ജുവിന് നിൻ്റെ അമ്മയോട് ദേഷ്യം തോന്നാൻ കാരണം ഈ ധ്യാനും നീയും തമ്മിലുള്ള ആ ഒരു അകൽച്ചയല്ലായിരുന്നോ, ഇപ്പം ധ്യാൻ നിൻ്റെ അടുത്ത് വന്നില്ലേ, ഇനിയിപ്പോൾ എന്തിനാ നീ നിൻ്റെ അമ്മയോട് ദേഷ്യം കാണിക്കുന്നത്, നീ നിൻ്റെ അമ്മയെ സ്നേഹിക്കണ്ടേ എന്ന് പറഞ്ഞപ്പോൾ വിജയലക്ഷ്മി പറഞ്ഞു എൻ്റെ മക്കൾ കയറി വാ എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രഞ്ജു പതി അകത്തേക്ക് കയറി ചെന്നു. ഗീതുവിനെയും കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി.
അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി എന്തിനാണ് രഞ്ജുവിനെയും അതുപോലെ തന്നെ നമ്മുടെ ധ്യാനിനെയും അകറ്റി നിർത്തിയത് എന്ന് വിവരിക്കുകയാണ് ധ്യാന. ഒരിക്കലും നിൻ്റെ അമ്മ കുറ്റക്കാരിയല്ല. ഞാൻ എൻ്റെ ബിസിനസ് അങ്ങോട്ട് ഡൗൺ ആയിപ്പോയി, വല്ലാത്ത ഡൗൺ ആയിപ്പോയി. ആ ഒരു സമയത്ത് എനിക്ക് സത്യം പറഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് നിൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ വേണ്ടി നിൻ്റെ അമ്മ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ മാറി നിന്നത്. അത് നിൻ്റെ നല്ലതിന് വേണ്ടിയാണ്. പിന്നെ എൻ്റെ ബിസിനസ്സൊക്കെ ഡെവലപ്പായിട്ട് വരാൻ കുറച്ച് താമസിച്ചു. പിന്നെ ആ സ്വർണത്തിൻ്റെ കാര്യമൊക്കെ നിനക്കറിയാലോ, നീ തന്ന ആ ഒരു സ്വർണം, അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ നിലയിലെത്തിയത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഗീതു ഓർക്കുന്നുണ്ട് ആ ആമാടപ്പെട്ടിയും സ്വർണവുമൊക്കെ. ആ ഒരു സീനും കാണിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും വലിയ സന്തോഷം തന്നെയായി. അങ്ങനെ വിജയലക്ഷ്മി പറയാം, മോക്ക് ഈ അമ്മയോടുള്ള ദേഷ്യവും വെറുപ്പൊക്കെ മാറിയല്ലോ, അത് മതി. ഈ അമ്മ മോളുടെ നല്ലതിന് വേണ്ടി മാത്രമേ നിന്നിട്ടുള്ളൂ. ഒരിക്കലും ഈ അമ്മ മോളുടെ ഭാവി തൊലയ്ക്കാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ മോള് തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പം ധ്യാൻ പറഞ്ഞപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി അമ്മ, സോറി അമ്മ എന്ന് പറഞ്ഞ് നമ്മുടെ വിജയലക്ഷ്മിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഏതായാലും ഗീതുവിൻ്റെ ആ ദൗത്യം പൂർത്തിയായി എന്ന് വേണം പറയാൻ. ഇതുകൊണ്ട് തന്നെ നമ്മുടെ വിജയലക്ഷ്മി എല്ലാ സത്യങ്ങളും ഗീതുവിനോട് തുറന്നു പറയോ, അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. പിന്നെ കാണിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോവിന്ദൻ വണ്ടിക്കകത്തിരുന്ന് ഇങ്ങനെ ആലോചിക്കുക, എന്തിനായിരിക്കും, എന്ത് വരവായിരിക്കും അവളെന്നോട് ചോദിക്കുക. എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഏതായാലും പുള്ളിക്കാരൻ ഇതൊന്നും അറിയുന്നില്ലല്ലോ. രഞ്ജുവും വിജയലക്ഷ്മിയും ഒന്നിച്ച വിവരമൊന്നും ഇതുവരെ പുള്ളിക്കാരൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു സീനൊക്കെ കാണിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ രേഖേനെയാണ് കാണിക്കുന്നത്. രേഖയാണെങ്കിൽ പ്രിയ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രിയ എന്തിനാണ് വന്നതെന്ന് അറിയില്ലല്ലോ. എന്തിനായിരിക്കും വന്നത്? അപ്പം ഗോവിന്ദനും വന്നു. ഗോവിന്ദൻ വന്നപ്പോഴത്തേക്കും എന്തിനാ അമ്മ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്, നിന്നോട് വല്ലതും പറഞ്ഞായിരുന്നോ രേഖയെന്ന് ചോദിച്ചപ്പം അയ്യോ എന്നോടൊന്നും പറഞ്ഞില്ല ഗോവിന്ദേട്ടാ, അതേ പ്രിയയും വന്നിട്ടുണ്ട്, പ്രിയയും വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്, എന്താ കാര്യം എന്നൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ ഗോവിന്ദൻ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. എന്താ എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. അതിൻ്റെ ആ ഒരു ഞെട്ടലിൽ തന്നെയാണ് ഉള്ളത്. അവിടെ ആ ഒരു സന്തോഷമാണെങ്കിൽ ഇവിടെ നമ്മുടെ ഗോവിന്ദന് നേരിടേണ്ടി വരുന്നത് രാധികാമ്മയിൽ നിന്നുള്ള വലിയ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരവസ്ഥ വരികയാണ്. അങ്ങനെ നമ്മുടെ രാധികാമ്മ ഗോവിന്ദനെ വിളിക്കുന്നു. കണ്ണാ നീ വന്നോ, ഞാൻ നിന്നോട് വരാൻ പറഞ്ഞ് വേറൊന്നിനുമല്ല. അല്ല ഗീതു എന്തിയെ എന്നൊക്കെ ചോദിച്ചുട്ടോ നമ്മുടെ രേഖ ഈ സമയത്ത്. അപ്പം പറഞ്ഞു ഗീതു എന്തിയെന്ന് ചോദിച്ചു. ഗോവിന്ദനോടല്ല, വണ്ടിക്കാരനോടാണ് ചോദിച്ചത്, ഷിബുവിനോടാണ് ചോദിച്ചത്. അപ്പോൾ ഷിബു പറഞ്ഞു അതോ ഗീതാഞ്ജലി മേഡം രഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി ഇരിക്കുകയാണ്, ഇങ്ങോട്ട് എന്തോ ആവശ്യമുണ്ടെന്നും പറഞ്ഞാണ് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് പറഞ്ഞു ഗോവിന്ദൻ. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രേഖയ്ക്കും അറിയില്ല എന്താ കാര്യം എന്നൊന്നും അറിയില്ലല്ലോ. ഏതായാലും അന്തം വിട്ട് കുന്തം പോലെ രേഖയിൽ നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ രാധികാമ്മയും ഗോവിന്ദനും കൂടെ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. അങ്ങനെ രാധികാമ്മ പറഞ്ഞു, അതെ കണ്ണ, ഞാൻ വിളിച്ചു വരുത്തിയത് വേറൊന്നിനുമല്ല, എന്താ പറ്റിയത് അമ്മയ്ക്ക്? അല്ല ഞാൻ രഞ്ജുവിനെ കൊണ്ടുവന്നിട്ട് ഞാൻ വന്നാൽ പോരായിരുന്നോ? എന്തിനാ അതിനു മുമ്പ് പറയാനായിട്ട് എന്താ കാര്യമുള്ളതെന്ന് ചോദിച്ചപ്പം അല്ല ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ, കിഷോറും ഗീതുവും തമ്മിലുള്ള ആ ഒരു ബന്ധം, അതിൻ്റെ തെറ്റിദ്ധാരണയൊക്കെ ആകെ എല്ലാവർക്കും മാറിക്കിട്ടി. അതിൻ്റെ സത്യാവസ്ഥയും തിരിച്ചറിഞ്ഞു. പക്ഷേ ഇതുവരെ തെളിയാത്ത വേറൊരു ബന്ധമുണ്ട്. ആ ബന്ധം ഏതാണെന്ന് നിനക്കറിയണ്ടേ? രഞ്ജുവും നീയും തമ്മിലുള്ള ബന്ധം. അതെന്താണ്, അതെന്തിനാണ്, അത് എങ്ങനെ തുടങ്ങിയതാണ്, അത് അവസാനിക്കുന്നത് എവിടെയാണ് എന്നൊക്കെ അത് ഇന്ന് അറിഞ്ഞേ പറ്റൂ. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. അതുമല്ല എനിക്ക് മാത്രമല്ല ഈ സംശയമുള്ളത്. നിൻ്റെ പെങ്ങളുണ്ടല്ലോ, നിൻ്റെ പെങ്ങൾക്കും നിന്നെ ഈ പ്രാവശ്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ചോദ്യത്തിനും ഇന്ന് നീ ഉത്തരം തന്നെ പറ്റൂ. രഞ്ജു ആരാണ്, രഞ്ജു എന്തിനാണ് ഇവിടെ വന്നത്, നീയും രഞ്ജുവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊക്കെ എനിക്കറിയണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ ഗോവിന്ദൻ വല്ലാതെ ഞെട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം ആ ഒരു സീനൊക്കെ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഏതായാലും ഇനി എന്തായി തീരും, എങ്ങനെയായി തീരും, നമ്മുടെ ഗോവിന്ദ് രഞ്ജുവും വിജയലക്ഷ്മിയും ഒന്നിച്ചു എന്നറിയുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക? അതുമല്ല ധ്യാനിനെ കാണാൻ വേണ്ടി കാനഡയ്ക്ക് പോകാനിരിക്കുന്ന നമ്മുടെ ഗോവിന്ദൻ ഇവിടെ സർപ്രൈസ് ആയിട്ട് തന്നെ ഗീതു ധ്യാനിനെ കൊണ്ടുവന്നു എന്നറിയുമ്പോൾ എന്തായിരിക്കും? ഞെട്ടുവോ? ഇനിയിപ്പം കഥ ഏത് വഴിത്തിരിവിലേക്കായി പോകും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. കൂടെ നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന ഒരു ചാനൽ തന്നെയാണ്. പക്ഷേ അത് നമ്മുടെ കഥകളൊന്നുമല്ല, എൻ്റെ സ്വന്തം വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയൊരു വ്ളോഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കഴിഞ്ഞിടയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ പേര് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അത് നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്നും ഇട്ടിട്ടില്ല, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാനൊരു 2-3 പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ഫോട്ടോ. അപ്പോൾ അതിന് മുകളിലായിട്ട് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മുടെ വിശേഷം അറിയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.